DC Extended Universe-ലെ 15th ഫിലിമും ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള ഫിലിമാണ് അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം. സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിനിമേനെ കണ്ടിരിക്കാവുന്നൊരു സിനിമ എന്നുള്ള നിലയിൽ മാത്രമാണ് അനുഭവപ്പെട്ടിരുന്നത്. ഒന്നും കൂടി നിങ്ങൾ കുത്തി ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശോകം അവസ്ഥ എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളൊരു അക്വാമാൻ ഫസ്റ്റ് പാർട്ട് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഭാഗം കാണാനായിട്ട് ഒരിക്കലും തിയേറ്ററിൽ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. OTT-ലേക്ക് വരുമ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. സോ നമുക്ക് സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. യു വാച്ചിങ് സ്റ്റീവ്സ് വ്യൂസ്, ഇറ്റ്സ് മീ സ്റ്റീവൻ. അക്വാമാൻ ഫസ്റ്റ് പാർട്ടിലെ വില്ലൻ തന്നെയാണ് ഇതിൽ പ്രധാന വില്ലനായിട്ട് തന്നെ വരുന്നത്. ബ്ലാക്ക് മാൻറ്റിസ കെയ്ൻ എന്ന് പറഞ്ഞ കഥാപാത്രയിൽ കുറച്ചും കൂടിയും പവർ കാര്യങ്ങളും കുറച്ചുകൂടി കിട്ടിയിട്ടുള്ള ഒരു വരവാണ് കാണിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് സിനിമയുടെ ഒരു പോക്ക് ഒരു സുഖമില്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ തന്നെ വരും. പിന്നെ അക്വാമാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയിട്ട് കുട്ടിയുടെ ഇരുന്നു അച്ഛൻ്റെ ഒപ്പം വാച്ച് ടവറിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭൂമിയിൽ പരിപാടികൾ കാര്യങ്ങൾ അങ്ങനെ. ഇനി അറ്റ്ലാന്റിക് സീലാണെന്നുണ്ടെങ്കിൽ അവിടെ രാജാവാണ്, അവിടുത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ബോറടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഈ വില്ലൻ വരുന്നത്. എന്നാൽ പിന്നെ കുറച്ച് നേരം പോക്കായാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുട്ടി നോക്കാമെന്ന് വിചാരിക്കണം. അപ്പോഴാണ് മനസ്സിലാവുന്നത് മുട്ടി നോക്കാത്ര എളുപ്പമല്ല, ആൾ ഭയങ്കര പവർഫുൾ ആണ് എന്നുള്ളത്. ഭാര്യയ്ക്ക് ചെറിയ പണിക്ക് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ പിന്നെ പണ്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തൻ്റെ ബ്രദറിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം കൊണ്ടിരുന്നു. അങ്ങനെ ബ്രദറും അക്വാമാനും കൂടിയിട്ടുള്ള ഫൈറ്റാണ് സിനിമയിലൂടെ നീളം കാണിക്കുന്നുണ്ടായിരുന്നത്. വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ആണ് സിനിമ. ബട്ട് അതുകൊണ്ടൊന്നും സിനിമ നമ്മൾ ഒരു തരത്തിലും ഒരു വാ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടൊരു അക്വാമാൻ ഫിലിം എന്നുള്ള നിലയ്ക്ക് കാണുന്നവർക്ക് ഒരു പക്ഷേ കാണാനായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ ഒരു തരത്തിലും എൻഗേജിങ് അല്ലായിരുന്നു. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്കായിട്ട് ഒരു തരത്തിലും വാവ് ഫാക്ടർ ഇല്ലാതെ ഫുള്ളി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു മൂവി, ഒരു തരത്തിലും എൻഗേജിങ് ആക്കാത്ത രീതിയിലാണ് സിനിമ പോകുന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള DC സിനിമയായിട്ടുള്ള ബ്ലൂ ബീറ്റിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്ററാണ്. അക്വാമാനായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ട, അതിൻ്റെ 7 അലത്ത് പോലും എത്തില്ല. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. കണ്ടവരാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു കൂടുന്നവരൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇനി വേണം അതിൻ്റെ ലാസ്റ്റിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരെ അതേപോലെ അത്രയും മോശമാക്കാൻ പറ്റുന്നു അതുപോലെ മോശമാക്കുന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെതിരെ കുറേ ട്രോളുകളും കാര്യങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു ഫിലിം മാത്രമായിട്ടാണ് അക്വാമാൻ ദ ലോസ്റ്റ് കിങ്ഡം പറ്റി പറയാനായിട്ടുള്ളത്. സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാമെന്ന് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ പോയിട്ട് കാണാൻ, അല്ലാത്തവർക്ക് OTT-ൽ വന്നിട്ട് കാണാം. ഞാൻ വീണ്ടും പറയുന്നു, വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു DC സിനിമ, ഒരു അക്വാമാൻ്റെ സിനിമ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അതിനോട് നീതി പുലർത്താത്ത തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ.